ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നല്ലൊരു മാങ്ങയിട്ട മീൻ കറി ഉണ്ടെങ്കിൽ, അതും മീൻ മുളകിട്ടതുണ്ടെങ്കിൽ ചോറ് കഴിക്കാനായിട്ട് പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പോൾ എന്തായാലും നമുക്കൊരു മാങ്ങയിട്ട മീൻ മുളകിട്ടത് ഉണ്ടാക്കാം. അപ്പോൾ അതിലെയാണ് നമ്മൾ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. പിന്നീട് അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെയാണ് ഇതായി ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വഴിയേ തന്നെ പറഞ്ഞു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മൺചട്ടി നേരെ അങ്ങോട്ട് എടുത്ത് അടപ്പത്തൊക്കെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. പിന്നെ വെളിച്ചെണ്ണയാണ് വേണ്ടത്. ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരല്പം ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മീൻ കറിയിൽ ചേർക്കാൻ വെച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി അരിഞ്ഞെടുത്തിരിക്കുന്നത്. സാധാരണ രീതിയിൽ എപ്പോഴും ചതച്ചെടുക്കുന്നത്. ഇത്തവണ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള ഒരു മീൻ കറിയാണ് തയ്യാറാക്കുന്നത്. പിന്നെ അതിലേക്ക് പച്ചമുളകുണ്ട്, ഇഞ്ചിയുണ്ട്, കറിവേപ്പിലയുണ്ട്, വെളുത്തുള്ളിയുണ്ട്. എല്ലാ സാധനവും നല്ലപോലെ വഴറ്റി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മുരിയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുരിഞ്ഞ് ബ്രൗൺ കളറൊന്നും ആവേണ്ട കാര്യമൊന്നുമില്ല. ഏകദേശം ഈ രീതിയിലൊന്ന് കിട്ടിയാൽ മതി. ഈ സമയത്ത് തന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം. അങ്ങനെ ഉപ്പും കൂടി അങ്ങോട്ട് ചേർത്തിട്ടുണ്ട്. വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്ക് അത് ഉപ്പെല്ലാ ഭാഗത്തേക്ക് ഇട്ടൊന്ന് മൊരിഞ്ഞ് എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളുടെ മുളക് പൊടിയും കൂടി അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം. ഇതും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കരിഞ്ഞു പോകരുതേ. വീണ്ടും നല്ല ഒന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്ക് ആ പച്ചമണം, മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങളും കൂടെ അങ്ങനെ ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് അതിന് മുമ്പ് നമുക്ക് പുളി കുറച്ചിട്ട് കൊടുത്തേക്കാം. കാരണം മാങ്ങയ്ക്ക് ഉദ്ദേശിച്ചത്ര പുളി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 2 കഷ്ണം കുടം പുളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ മീൻ കറി പുളിയില്ലാത്ത മീൻ കറിയായി പോകും എന്ന് കരുതി മാങ്ങയ്ക്ക് നല്ല പുളിയില്ല എന്നാണ് അർത്ഥം. ഒരു ചെറിയ പുളിയൊക്കെ ഉണ്ട്. കാരണം മീൻ കറിയിലൊക്കെ ഇട്ട് ഒന്ന് വെന്തൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും കഴിക്കാൻ പറ്റുന്ന ഒരു പുളിയുണ്ട്. പക്ഷേ മീൻ കറിക്ക്, നല്ല മുളകിട്ട മീൻ കറിക്ക് ആ ഒരു പുളി പോരാണ്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരല്പം പുളിയും കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങളൂടെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം. ആഹാ, എന്താ ഒരു സ്റ്റൈലെന്ന് നോക്കിക്കേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് മീൻ ചേർക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മാങ്ങ ഇതേപോലെ ഇട്ട് ഇളക്കുമ്പോൾ തന്നെ വായിൽ കൊതി വരുന്നതാണ്. കാരണം ഒരുപാട് കാലമായി ഇപ്പം മാങ്ങയൊക്കെ കിട്ടിയിട്ട് ആ മുളകും പച്ചമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ അങ്ങോട്ട് ചേർന്നിട്ടുള്ള ഇരിക്കണ്ട എടുത്ത് അങ്ങോട്ട് വായിലേക്ക് ഇട്ട് അങ്ങോട്ട് ഒരു കടിയൊക്കെ അങ്ങോട്ട് കടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സാറേ ഒന്നും പറയണ്ട അല്ലേ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള മീൻ കറി തന്നെ ഇവിടെ ഉണ്ടാക്കി കളയാം. ഇനി നമുക്ക് അതിലേക്ക് വെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം തന്നെ ഒഴിച്ചോളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാങ്ങയൊക്കെ ഒന്ന് വെന്ത് മീനൊക്കെ ഇട്ട് അതിന് ശേഷം ഇതൊന്ന് കുറുകി ഒന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ വെള്ളമൊക്കെ നമുക്ക് ഏകദേശം നമ്മളുടെ മീൻ കറിക്ക് പറ്റിയ ഒരു രീതിയിലേക്ക് എത്തിച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ എന്തായാലും നല്ലതുപോലെ വെട്ടി തിളച്ചൊക്കെ ഒന്ന് വരുന്നുണ്ട്. ഇതാ കണ്ടല്ലോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാറൊക്കെ ഒത്തിരി ചോറിലേക്ക് ഒഴിച്ച് അങ്ങോട്ട് കഴിച്ചാൽ മതിയല്ലേ. ശരിക്കും ഇവിടെയും മീനിടേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് നല്ല സ്മെല്ലൊക്കെയാണ് വരുന്നത്. ഇതെല്ലാം കൂടി ഈ മസാലക്കൂട്ടിൻ്റെ എല്ലാത്തിൻ്റെ സ്മെല്ലും കൂടി അങ്ങോട്ട് ആയിക്കഴിഞ്ഞപ്പോൾ അടിപൊളിയായി. ഇനി നമുക്ക് നമ്മുടെ അയിലക്കുഞ്ഞുങ്ങളല്ല, വലിയ ഇല തന്നെയാണ്. അതിൻ്റെ വാലിൽ പിടിച്ച് ഓരോന്നായിട്ട് ഇതേപോലെ നേരത്തെ അങ്ങോട്ട് വെക്കാം. പിന്നെ അതിന് ശേഷം ഇങ്ങനെ വട്ടവും വെച്ച് കൊടുക്കാം. ഇതേപോലെ അങ്ങോട്ട് വെച്ച് അങ്ങോട്ട് കൊടുക്കാം. ചെറിയ ചട്ടി ആയതുകൊണ്ട് കേട്ടോ, നല്ല കുഴിയുള്ള ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ മീൻ ഏകദേശം എല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ തിളയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് മൂടി വെച്ചൊന്ന് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ മീൻ കറി നല്ല സെറ്റായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതേപോലെ ഒന്ന് മീൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അയിലയാണ്, ചാളയാണ്, ഇങ്ങനെയുള്ള മീനൊക്കെയാണ് ഇതേപോലെ മാങ്ങയിട്ട മുളക് കറി ഉണ്ടാക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മീൻ. അപ്പോൾ പരിപാടിയൊക്കെ അവസാനിച്ചു. ഇനി നമുക്ക് കഴിച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ മീൻ കറി ഉണ്ടാക്കുന്ന പരിപാടി. അപ്പോൾ ഈ മീൻ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്നേഹത്തോടെ, അല്ലു.